FC വേർഷൻ 2 നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഒരു വേർഷൻ 2 ആണിത്. ഇതിൻ്റെ പുറകിൽ ചെറിയൊരു സ്റ്റോറി ഉണ്ട്. ഇത് ആക്ച്വലി ഒരാൾ കംപ്ലീറ്റ്ലി റീബിൽഡ് ചെയ്ത് സംഭവം പൊക്കിക്കൊണ്ട് വന്ന ഒരു വണ്ടി ആയിരിക്കണം കേട്ടോ. യെസ്, ഇതുപോലെ തന്നെ ഓൾമോസ്റ്റ് കസ്റ്റമൈസ് ചെയ്ത വണ്ടി കസ്റ്റമൈസ് ചെയ്തൊരു 3 മന്തിന് ശേഷം ഇടിച്ച് ടോട്ടൽ ലോസ് ആയിപ്പോയി. അങ്ങനെ ഒന്നേന്ന് വീണ്ടും ഇത് റീക്രിയേറ്റ് ചെയ്തെടുത്തു. വണ്ടിയുടെ വർക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലൂയിഷ് ടച്ച്, നമ്മുടെ അണ്ടർബെല്ലി ആണല്ലോ, അപ്പാഷയുടെ അണ്ടർബെല്ലിക്ക് ഒരു നല്ല നീറ്റായിട്ടുള്ള ബ്ലൂയിഷ് ടച്ചും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫ്രണ്ട് അലോയ് ബ്ലൂ ആണ്. വേറെ ഡൊമിനാറിൻ്റെ ഫ്രണ്ട് വൈസർ ഉണ്ട്. ഫുള്ളി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പണിതിരിക്കുന്നത് V2. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ ക്രിയേറ്ററിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഞാൻ കേൾപ്പിക്കാം. കാരണം പുള്ളിക്കാണ് ഇത് പണിത് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത്. എങ്ങനെയാണ് ആ ഒരു ടോട്ടൽ ലോസിൽ നിന്നും ഈ ഒരു സാധനത്തിന് ഇത്രയൊക്കെ പണിത് വീണ്ടും അതിൻ്റെ ഒരു പഴയ രീതിയിലോട്ട് കൊണ്ടുവന്നെന്നുള്ളത്. സോ ക്രിയേറ്ററിൻ്റെ അടുത്ത് തന്നെ ഞാൻ കേൾപ്പിക്കാം. സഹദാണ് ഫ്രം കളമശ്ശേരി. ബ്ലൂ സ്റ്റോം ഇൻസ്റ്റാ ID കേട്ടോ. ബ്ലൂ സ്റ്റോം ഗാരേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുക. സോ ബ്രോ, വണ്ടിയുടെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? വണ്ടി ആ ഒരു ടോട്ടൽ ലോസിൽ നിന്ന് ഈ ഇത്രയൊക്കെ റിക്കവർ ചെയ്തെടുത്തേ? എന്ന് പറഞ്ഞാൽ ചേസ് വരെ ബെഞ്ചായി പോയി. ചേസ്, എൻജിൻ കേസ്, അതായത് മഡ് ഗാർഡ്, പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ക്ലാമ്പ്, അങ്ങനെ ഒട്ടുമിക്ക സാധനം പോയായിരുന്നു. നമ്മൾ അത് കഴിഞ്ഞിട്ട് പോയി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പോയി ചേസ് എടുത്ത് എൻജിൻ്റെ കേസ് റെഡിയാക്കി. പിന്നെ ക്ലാമ്പൊക്കെ മാറ്റി. പിന്നെ DRലെല്ലാം ഉണ്ടായി. DRലൊക്കെ പൊട്ടി പൊളിഞ്ഞു പോയി, നശിഞ്ഞു പോയി. ഡൊമിനോറിൻ്റെ വൈസർ അത് മാറ്റിയിട്ടില്ല, അതും കൂടി മാറ്റിയാലേ റെഡി ആവുള്ളൂ. അതുപോലെ ഇവിടുത്തെ നമ്മുടെ ബ്രാക്കറ്റ് ഉണ്ടായി, അത് അപ്പുറ സൈഡ്, അത് ഫുള്ളും പൊട്ടിപ്പോയായിരുന്നു. അതിപ്പോഴും ഉണ്ടോ? അതോ ആ ബ്രാക്കറ്റ് പൊട്ടിയ പീസ് അത് പുതിയത് മേടിച്ചു വെച്ചോ? പുതിയത് സെറ്റ് ചെയ്തല്ലേ? ഫുള്ള് സെറ്റ് ചെയ്ത്. ഓക്കെ. സൈലൻസറിന് ചെറിയൊരു ബെഞ്ച് ഉണ്ടായി, റെഡിയാക്കി. സ്റ്റെമ്മ് രണ്ടും പോയി, T4ക്ക് പോയിണ്ടായി. ഓക്കെ. അപ്പോൾ അത്രത്തോളം ടോട്ടലി ലോസ് ആയ, അതായത് ഇപ്പൊ ഇരിക്കുന്ന പുതിയ ചേസാ അല്ലേ? ഇതിപ്പോ പുതിയ ചേസ് കിട്ടിയാണ്. ഓക്കെ ഓക്കെ. ഡൊമിനാറിന്റെ ഈ ഫ്രണ്ട് വൈസർ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്? അത് സ്റ്റോക്ക് പറഞ്ഞ വൈസറിൽ നമ്മ ഒരു ഡ്രൈവ് ആണെന്ന് പറയും, ചെറിയ സ്ക്രൂ ആണ്. അത് നമ്മ സെറ്റ് ചെയ്ത് അത് സ്ക്രൂ കയറ്റി കഴിഞ്ഞ് അപ്പുറം കറക്റ്റ് അലൈൻമെന്റ് കറക്റ്റാക്കി സ്ക്രൂ ചെയ്ത് അങ്ങനെയാണ് പിടിപ്പിച്ചത്. ഓക്കെ. അത് ലുക്ക് ഉണ്ട് കേട്ടോ. ആ ഫ്രണ്ട് ലുക്ക്, ആ ഒരു ഫ്രണ്ട് വൈസർ വരുമ്പോഴത്തേക്കിന് എൻ്റയർലി ഒരു നല്ലൊരു ചേഞ്ച് വരുന്നുണ്ട്. വണ്ടിക്ക് ഒരു ചെറിയൊരു തലയെടുപ്പ് പോലെ നല്ല രസമുണ്ട് അത് കാണാൻ. അണ്ടർബെല്ലി എങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്? ഏതിലോട്ടാണ് കൊടുത്തേക്കുന്നത്? ഇതിന്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ? 3 ക്ലാമ്പാണ് കഴിഞ്ഞത്. ഒന്ന് ഇത്, ഒന്ന് സെൻട്രല്, ഒന്ന് അപ്പുറത്ത്. ഓക്കെ ഓക്കെ. അങ്ങനെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഈ ക്ലാമ്പ് വന്നിരിക്കുന്ന നേരെ എഞ്ചിന്റെ ആ ഒരു നട്ടിന്നാണോ? ആ, എഞ്ചിൻ നട്ടിന്ന് ഒരു ക്ലാമ്പ് ഇടും. അതുപോലെ ഇവിടുന്ന് നമ്മുടെ ചേസിൽ ഫൗണ്ടേഷൻ ഒരു നെട്ടുണ്ട്. ക്ലാമ്പ് എടുത്തിട്ട് അവിടുന്ന് ചെറിയ ക്ലാമ്പ് എടുത്ത് സെറ്റ് ചെയ്ത് അത്യാവശ്യം ബലത്തിലേക്ക്. ഓക്കെ ഓക്കെ. ഇളക്കം ഒന്നും വരത്തുന്നില്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൂ. നല്ല സ്ട്രോങ് ആയിട്ട്. അതുപോലെ ഫ്രണ്ട് നമ്മുടെ ഡ്യൂക്ക്, ഇത് BS3യുടെ ഫ്രണ്ട് മട്ടാടല്ലേ? 200. അതെങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നേ? ഇവിടുന്ന് ഒരു ക്ലാമ്പ് എടുത്ത് ഓക്കെ, സ്ട്രെയിറ്റ് താഴോട്ടല്ലേ? സ്ട്രെയിറ്റ് ഒരു ക്ലാമ്പ് എടുത്ത് ഇവിടെ നമ്മ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇത് വരാറുണ്ട്. ഒരു മെയിൻ ഉണ്ടാവില്ല കാണാം. അതുകൊണ്ട് ഫുള്ള് ക്ലാമ്പ് കൊടുത്തിട്ട് ക്ലാമ്പിൽ ഇറക്കി. അതുപോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, പുറത്തും കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നോർമലി ചെയ്യുന്നത് മറ്റേ ഓൾറെഡി ഉള്ളതിൽ കട്ട് ചെയ്തിട്ട് നേരെ പീസ് സെറ്റ് ചെയ്ത് വെക്കുക അല്ലേ? ഫുള്ളായിട്ട് കയറ്റി. അതുപോലെ നമ്പർ പ്ലേറ്റും താഴോട്ട് താഴെ അതെങ്ങനെ ഇപ്പൊ വണ്ടി ഇടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ 2 ക്ലാമ്പ് വന്നത്. ഓക്കെ. അതും നല്ല നീറ്റായിട്ട് താഴെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ല ക്ലീൻ വർക്കാ ഓവറോൾ മൊത്തം വന്നിരിക്കുന്നത്. ടാങ്കിന്റെ പോർഷൻ, അതായത് പെയിന്റിംഗ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അഴിച്ചു കൊടുത്ത് പുറത്ത് ഫുള്ള് അയച്ച് പുറത്ത് കൊടുത്താ ചെയ്ത് പെയിന്റ് ഒക്കെ. ഓക്കെ ഓക്കെ. പെയിന്റ് അത്യാവശ്യം നമ്മളെ ഓ കൊള്ളാം കൊള്ളാം. ടാങ്ക് പൊട്ടിയായിരുന്നു അതോ ഇത് പുതിയ പീസാണോ? വേറെ കംപ്ലൈന്റ് ഉണ്ടായില്ല. പിന്നെ ചെറിയ സ്ക്രാച്ച് ലോക്ക് കൂട്ടല്. പിന്നെ വണ്ടിയുടെ ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ? KN-ന്റെ പവർ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഒറിജിനൽ വെച്ചാണത്. അത്യാവശ്യം നല്ല സൗണ്ട് ആയിട്ടുണ്ട്. ഓ, ഒരുപാട് അലമ്പുമില്ല, നല്ല വൈറ്റ് ആയിട്ടുള്ള സൗണ്ട് വരുന്നുണ്ട്. നീറ്റ് സൗണ്ട് ആണ്. അതുപോലെ ഈ നമ്മുടെ സൈലൻസറിന്റെ ഇവിടെ ഒരു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ആ സൗണ്ട് ഒന്ന് ബാസി സൗണ്ട് കിട്ടാനല്ലേ? കൊള്ളാം. ടെയിലാണേലും കൊള്ളാം കേട്ടോ. ടെയിൽ നമ്മൾ പുറകിൽ നോക്കുമ്പോഴത്തേക്കും ടെയിൽ നല്ല എടുത്ത് നിൽക്കുന്നുണ്ട്. നീറ്റായിട്ടാണ് ചെയ്യണത്. പിന്നെ അവിടെ ഒരു
MT-യുടെ കസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഫുള്ളി ഹാൻഡ് മെയ്ഡാ സെറ്റ് ചെയ്തിട്ടുണ്ട്. MT-യുടെ കസ്റ്റം ലൈറ്റ് നമ്മ കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പിലാക്കി എടുത്താണ്. അതായത് നമ്മ ഈ പീസ് പൊട്ടിക്കാണ്ടും ഈ പീസ് പൊട്ടിക്കാണ്ടും സെന്റർ മാത്രം പൊട്ടിച്ച് സെന്ററിൽ തന്നെ വെച്ചു. അപ്പം ബാക്കി വേറെ പീസുകൾക്കൊന്നും ഒരു ഡാമേജും ഇല്ല. ഡാമേജ് ഇല്ല. ഇനിയിപ്പോ മാറ്റണമെന്നുണ്ടെങ്കിൽ സെന്റർ മാത്രമേ മാറ്റിയാൽ മതി. ഓക്കെ ഓക്കെ. അതുപോലെ ഗ്രാബിൾ റെയിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതെ ഇതിന്റെ അത് നമ്മ ഡിസ്കവറിന്റെ ഓക്കെ ഡിസ്കവറിന്റെ ഗ്രാബിൾ റെയിലാണ്. അതൊരു ക്ലാമ്പ് കൊടുത്ത് അങ്ങനെ വെച്ചേക്കുന്നത്. കൊള്ളാം. പിന്നെ ഞാൻ കണ്ടൊരു സംഭവം, ഫ്രണ്ട് ഇൻഡിക്കേറ്റർ ഇത് മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ കൊടുത്തേക്കുന്നത്? ഒരു ക്ലാമ്പ് കൊടുത്തിട്ടുണ്ടായി മേളില്. ഓക്കെ, ഇവിടെ ഒരു ക്ലാമ്പ്, അവിടെ ഒരു ക്ലാമ്പ്, അതിന്റെ മേളിലാണ് ഇൻഡിക്കേറ്റർ ആണ് മെയിൻ ആയിട്ട് വന്നത്. ഇവിടെയാണ് വരാറ്. ഇത് നമ്മൊരു ഡൂക്കിന്റെ ഒരു മോഡൽ കിട്ടാൻ വേണ്ടിയാണ്. ടോപ്പ് ആ ഒരു ഹൈ ലുക്ക് കിട്ടാനല്ലേ? നീണ്ടു നിൽക്കും. ഓക്കെ ഓക്കെ, അതുകൊണ്ടാണ്. അതും കൊള്ളാം. ഹാൻഡിൽ മാറ്റിയിട്ടുണ്ട്. ഹാൻഡിൽ ഏതിന്റെ ഇരിക്കുന്നത്? ഹാൻഡിൽ ജിക്സറിന്റെ ജിക്സറിന്റെ ഹാൻഡിലാണ്. കംഫോർട്ട് ഹാൻഡിലാണ്. ഓക്കെ. ഹൈറ്റ് അതിന് ബൈ ഡിഫോൾട്ട് തന്നെ ജിക്സറിന്റെ ഹാൻഡിലിന് ഹൈറ്റ് വരുന്നുണ്ടല്ലേ? കുറച്ച് ഹാൻഡിൽ ബാർ റൈസർ വെക്കാതെ തന്നെ കംഫോർട്ടായിരിക്കും ഓടിക്കാൻ കുറച്ചുകൂടെ. അപ്പോൾ സ്വിച്ചസും കാര്യങ്ങളും ഒക്കെ ചേഞ്ച് വരുത്തേണ്ട വന്നിട്ടുണ്ട്? വേറൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. ഇവിടെ ഒരു ഹോൾ ഉണ്ട്, അതിന് മാത്രം നമ്മ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ. ഹോൾ ഇടേണ്ടി വന്നു നമുക്ക് മറ്റേ അതിന്റെ അല്ലേ? ഓവറോൾ കൊള്ളാം. വണ്ടിയുടെ ഫുൾ ലുക്കും മട്ടും ഭാവവും എല്ലാം തന്നെ വണ്ടി വർക്ക് ചെയ്തിരിക്കുന്നതാണേലും എല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒറിജിനൽ ഓണർ ആരാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്? കൂട്ടുകാരൻ തന്നെയാണ്. കൂട്ടുകാരൻ തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. അവന്റെ ഇൻസ്റ്റാ ഐഡി അവിടെ റെക്സി അങ്ങനെ എന്തോന്ന് പേര്. ഓക്കെ. നേരത്തെ അതല്ലായിരുന്നു, സ്പേസ് എക്സ് ക്ലൗഡ് എന്ന് പറഞ്ഞു. ഓക്കെ, ഈ അടുത്ത് മാറ്റിയിട്ടുണ്ട്. വണ്ടി പണിതു, വണ്ടിയുടെ കൂടെ തന്നെ പേരും ഒന്ന് പണിത് പുതുക്കി ഇറക്കിയിട്ടുണ്ടല്ലേ? വണ്ടി എന്തായാലും ഓവറോൾ കൊള്ളാം. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം വണ്ടി പണിതിരിക്കുന്നത്? അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വർക്ക് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഇവിടെ കളമശ്ശേരി അടുത്തോ, ആലുവ കളമശ്ശേരി അടുത്തൊക്കെ വണ്ടി FC അതുപോലെ ഏതാണല്ലോ വണ്ടി എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ ഇതേ നിപ്പുണ്ട്. നമ്മുടെ ബ്ലൂ സ്റ്റോം ഗാരേജ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട്. സോ എങ്ങനെയുണ്ട് ഓവറോൾ വണ്ടിയുടെ ലുക്കും ഭാവവും ഒക്കെ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ കസ്റ്റമൈസ്ഡ് വണ്ടികൾ എന്താ പറയുക, ഇതുപോലെ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമൈസ്ഡ് വണ്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് പറയാം. നമുക്ക് പോയി റിവ്യൂവും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഇടാം. സോ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.